80-ൽ അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞു പോയി. പിറ്റത്തെ വർഷം മുതൽ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികൾ നടത്തി പോന്നിരുന്നു. ആദ്യം ചെറിയ രീതിയിലായിരുന്നു, ഇപ്പോൾ അത് വിപുലമായ രീതിയിൽ ആണ് നടത്തപ്പെടുന്നത്. 2012 വരെ മട്ടാഞ്ചേരി ടൗൺ ഹാളായിരുന്നു ഞങ്ങൾ തട്ടകം. ഒരു ഉത്സവം മാതിരിയാണ് ആ പ്രോഗ്രാം നടന്നു പോയിരുന്നത്. അവിടെ ഒരു 3 വർഷം വരെയും അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് നിർത്തിവെച്ച് ഞങ്ങളുടെ ഈ പ്രോഗ്രാം വളരെ ചെറിയ രീതിയിൽ നടത്തപ്പെടുന്ന ഒരവസ്ഥയിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2015 ഫൈൻ ആർട്സ് ഹാളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ സൗകര്യവും ഫൈൻ ആർട്സ് ഹാൾ ചെയ്തു തന്നു. 2015 മുതൽ 2023 വരെയും ഫൈൻ ആർട്സ് ഹാളിലാണ് പ്രോഗ്രാം ചെയ്തിരുന്നത്. ഞങ്ങളെ പ്രോഗ്രാം വെറുതെ ഒരു പരിപാടി നടത്തി പോകുന്ന ഒരു കലാസംഘടനയല്ല. കൊച്ചിയുടെ ജനകീയ കലാകാരനായിരുന്ന എച്ച് മെഹബൂബായിയുടെ നാമധേയത്തിൽ 1985 മൊഴിമാറ്റപ്പെട്ട് രാഗ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ 80കളിൽ രാഗ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സംഘടന ബായുടെ പേരിൽ ഒരു അടയാളവുമില്ല, ഒരു സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലില്ല. പല അധികാരികളുമായിട്ടും ഇവിടുത്തെ ഭരണകർത്താക്കളുമായിട്ടൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്മാരകം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹിച്ച ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഈ നിലവിൽ ഈ ഒരു കലാസംഘടനയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗീതത്തിലൂടെ, അത് ഈ സംഘടന നടത്തുന്ന സംഗീത പരിപാടികളിലൂടെ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറിയിൽ ഞങ്ങൾക്ക് സന്തോഷവുമുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ഒരു സ്മാരകമില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഖേദവുമുണ്ട്. അപ്പോൾ ഈ ജൂലൈ 31 നടക്കുന്ന പരിപാടികൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സംഗീതാസ്വാദകരുണ്ട്. ശരിക്കും മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ 2012 വരെയും ഒരു ഉത്സവമായിരുന്നു ആ പരിപാടി. അവിടെ നിന്ന് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർണിവലിനും ഈ റഫി നൈറ്റുമായിരുന്നു ജനകീയ പരിപാടികളായിട്ട് അറിയപ്പെട്ടിരുന്നതും. ബിനാലെ ഫൗണ്ടേഷൻ 2012 തുടങ്ങുമ്പോൾ ഇവിടെ നടക്കുന്ന ജനകീയ പരിപാടികളിൽ 2 പരിപാടികളിൽ ഒന്ന് ഞങ്ങളതുമായിരുന്നു. അങ്ങനെ ബിനാലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2014 ആർട്സ് ആൻഡ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ജനറൽ ഹോസ്പിറ്റലിൽ നടത്തി പോകുന്നത്. തുടർച്ചയായിട്ട് 6 വർഷം 2014 മുതൽ ഫെബ്രുവരി മുതൽ 2020 മാർച്ച് വരെ, അത് കോവിഡിൻ്റെ ആ ടൈം സ്റ്റാർട്ടിങ് വരെ 287 പ്രോഗ്രാം ഞങ്ങൾ അവിടുത്തെ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ആ പരിപാടിയിൽ ഭാഗവാക്കായിരുന്നു. ഇതൊക്കെ അഭിമാനകരമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട്. ഞങ്ങളൊരു വെറുതെ മ്യൂസിക്കൽ പരിപാടിയിൽ മാത്രമല്ല ഒതുങ്ങിപ്പോയിരുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും ഞങ്ങളുടെ കയ്യൊപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്തിരുന്നത്. നമ്മൾ ചെയ്യുന്ന കടമകൾ നമ്മൾ ചെയ്യുക. എൻ്റെ വലതുവശത്തിരിക്കുന്നത് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് BTH, അതിൻ്റെ MD. എൻ്റെ ഇടതുവശത്ത് പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകൻ ബോണി തോമസ് സാറ്. അതിൻ്റെ തൊട്ട് എൻ്റെ സുഹൃത്ത് അയ്യൂബ് ഇതിൻ്റെ പ്രവർത്തകനാണ്. പുള്ളി അസ്ലം ഖാൻ ഒരു ബാങ്ക് എംപ്ലോയിയാണ്. അപ്പോൾ ഈ പരിപാടിയുടെ
ഇത്രയും വർഷം ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു അത്ഭുതകരമായ സംഭവം ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളാണ് ഉമ്പായ് സാബ്. ഇന്നത്തെ മലയാളം ഗസൽ രംഗത്ത് അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തി. അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തതും കേരളത്തിലെ ആദ്യത്തെ ഗസൽ ട്രൂപ്പ് എന്നും പറഞ്ഞ് 80കളിൽ തുടങ്ങി വെച്ചതും അദ്ദേഹമാണ്. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രമായി മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും പ്രണാമം അർപ്പിക്കുന്നു. ഫൈൻ ആർട്സുകൾ നടത്തുന്നത് ഞങ്ങളുടെ ഒരു വലിയ പ്രിവിലേജായിട്ട് കൺസിഡർ ചെയ്യുന്നു. എല്ലാ മെമ്പേഴ്സും ഞങ്ങളുടെ അടുത്ത് ആകാംക്ഷയോട് ചോദിക്കാറുണ്ട്, എല്ലാ കൊല്ലം നടത്തല്ലേ, റഫിനായിട്ട് വരില്ലേ? അപ്പോൾ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, വരും, റഫിനായിട്ട് നടത്തും, പക്ഷേ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വന്നിരിക്കണം, ഇല്ലെങ്കിൽ ഫുള്ളാവും. അങ്ങനെ പ്രിഫേർഡ് സീറ്റ് അങ്ങനെ തരാനൊന്നും പറ്റില്ല. അപ്പോൾ ഫൈൻ ആർട്സ് ഹാൾ ഈ പ്രോഗ്രാം എല്ലാ കൊല്ലവും ആകാംക്ഷയോടെ നോക്കിക്കണ ഒരു പ്രോഗ്രാമാണ് റഫീനായിട്ട്. അത് ഈ 31-ാം തീയതി നടക്കുന്നുണ്ട്. എല്ലാവരും വരണം. ഈ പരിപാടിയുടെ ഒരു പ്രാധാന്യം മുഹമ്മദ് റഫി മരിച്ചതിന് ശേഷം 45 വർഷം, ഒരു വർഷം പോലും മുടങ്ങാതെ, കോവിഡ് വന്നപ്പോൾ മാത്രമാണ് അതിന് 2 വർഷത്തെ ഒരു മുടക്കമുണ്ടായത്. തുടർച്ചയായിട്ട് നമ്മളുടെ നാട്ടിൽ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഈ പരിപാടി നടക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം അതുണ്ട്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പത്രസമ്മേളനം. നോക്ക്, എൻ്റെ 2ാമത്തെ പേജിൽ ഇതിൽ പാടുന്ന ആളുകളെല്ലാം വളരെ പ്രഗത്ഭരാണ്. മുഹമ്മദ് അസ്ലം അല്ലേ, അദ്ദേഹം എ ആർ റഹ്മാൻ്റെ കൂടെ അല്ലേ ഉള്ള, ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അണിനിരത്തുന്ന ഒരു പരിപാടിയാണത്. സാധാരണയൊക്കെ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് പാസ്സില്ല, നിങ്ങൾ കയറണമെന്നൊക്കെ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പങ്കജദാസൊക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ അനുഭവിച്ച കേസാണ്. അപ്പോൾ ഞങ്ങളത് അന്ന് മുതൽ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ തന്നെ ഫ്രീ എൻട്രിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെൽവിഷേഴ്സ് ഉണ്ട്, അവർ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്കൊരല്പം സീറ്റ് ഫ്രണ്ടിൽ റിസർവ് ചെയ്തിടുക എന്നല്ലാതെ ബാക്കി ആയിരക്കണക്കിന് സീറ്റും നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി ആണ് കൊടുക്കുന്നത്.